ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയും അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ CPM-ന്റെ തിരുത്തൽ രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞു. സർവത്ര തെറ്റുകൾ ചെയ്തതിനു ശേഷമുള്ള തെറ്റുതിരുത്തൽ രേഖകളാണ് CPM എല്ലാ ഘടകങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ളത്. ബംഗാളിലെയും ത്രിപുരയിലെയും സമാന അവസ്ഥാവിശേഷം കൺമുന്നിലുണ്ടായിട്ടും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ CPM തയ്യാറായിട്ടില്ല. ഇപ്പോഴിതാ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് പകുതി മുക്കാലും ഒലിച്ചു പോയപ്പോൾ തിരുത്തലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഏറ്റവും താഴെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ യുവജന സംഘടനയും സർവീസ് സംഘടനയും പാർട്ടി സംവിധാനം വരെ ജനവിരുദ്ധമായി കഴിഞ്ഞുവെന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഇതിന് പുല്ല് വില പോലും നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയും നാൾ സംരക്ഷിച്ചു നിർത്തിയ SNDP പോലുള്ള പിന്നോക്ക സമുദായങ്ങളും KPMS അടക്കമുള്ള പട്ടികജാതി സംഘടനകളും എല്ലാം തന്നെ CPM-നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ അവരുടെ കണ്ടുപിടുത്തം. CPM-ൽ അടിയുറച്ച് നിലനിന്നിരുന്ന ഈഴവ കുടുംബങ്ങൾ അവർ ഒന്നടങ്കം ഇപ്പോൾ മാറുവാനുള്ള കാരണം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന BDJS-ഉം കാരണമാണെന്നാണ് CPM പാർട്ടിയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. SNDP-യുടെ വനിതാ വിഭാഗം പൂർണ്ണമായും വിഭജന വിഭാഗം ഭാഗികമായും RSS-ലേക്കും BJP-ലേക്കും പോയി എന്നതാണ് CPM-ന്റെ വിലയിരുത്തലെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തോമസ് ഐസക്കിനെ പോലുള്ള CPM-ന്റെ മറ്റു നേതാക്കളും ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അമ്പല കമ്മിറ്റികളിൽ നിന്നും CPM പാർട്ടി അകന്നുപോയത് ഇപ്പോഴത്തെ തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണമായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ അധികാരത്തിനായി ഭൂരിപക്ഷ സമുദായങ്ങളെ തള്ളിപ്പറഞ്ഞ് ന്യൂനപക്ഷ പ്രീണനം നടത്തി മുന്നോട്ട് പോയ CPM ഇപ്പോൾ സംഭവിച്ച തിരിച്ചടിയിൽ പിന്നോക്ക സമുദായങ്ങളുടെ മേൽ കുതിര കയറുകയാണ്. SNDP-യുടെ എല്ലാ ശാഖാതലങ്ങളിലും CPM പ്രവർത്തകർ കടന്നുകൂടുവാനാണ് ഇപ്പോഴത്തെ ആദ്യത്തെ നിർദ്ദേശം വന്നിട്ടുള്ളത്. കൂടാതെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതിയിൽ CPM അനുഭാവികളെ തിരികെ കയറ്റുവാനും ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സർക്കാരിന്റെ കീഴിലല്ലാത്ത മറ്റു ക്ഷേത്ര കമ്മിറ്റികളിലും സജീവമാകുവാനും പാർട്ടി കീഴ്ഘടകങ്ങൾ അവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. SNDP-യുടെയും പട്ടികജാതി സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാകുവാനാണ് കീഴ്ഘടകങ്ങളിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പക്ഷേ ഈ മാറിയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാറ്റി ചിന്തിച്ചു തുടങ്ങിയ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ ഇനിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചതിക്കുഴിയിൽ വീഴുമോ എന്നതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്.